കട്ടിലിന്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്ത് CPM സൂക്ഷിച്ചോ. ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവില്ല എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിച്ചു. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം. അതിന്റെ ഇടയിൽ വാർത്ത വന്നല്ലോ, പത്രത്തിൽ വാർത്ത വന്നല്ലോ, യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കി, എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ്. ആകെ ഈ ആഴ്ച മാത്രം മാറി പറയില്ല, ബാക്കി എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. കട്ടിലിന്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്ത് CPM സൂക്ഷിച്ചോ. എന്തും ചെയ്യുമോ അതുകൊണ്ട് പുറത്തു വന്ന നമ്മളാരും ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളല്ല. ഇനി ഇത് അന്വേഷിച്ച് ഞങ്ങളെതിരെ പറയണം, ഞങ്ങളുടെ ജോലിയല്ലല്ലോ. നിലവിൽ ഒരു ബോംബ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ആരാണ്, ആ ആൾക്ക് കൂടി ഈ വിഷയം ഒക്കെ അറിയാം, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് KJ ഷൈൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ആകെ രത്ന ചുരുക്കം. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ ഒരു ആരോപണം വരുന്നു, അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു ബോംബ് ഉണ്ടാകുമെന്നുള്ളൊരു ഭീഷണി വരുന്നു, അതിന് പിന്നാലെ ഈ ആരോപണം വരുന്നു. ഈ ബോംബ് വരും, അത് തനിക്കെതിരെയാണെന്ന് ഒരു അകന്ന ബന്ധു പറഞ്ഞപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ഈ തരത്തിൽ വരുമെന്ന് ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല എന്നതുൾപ്പെടെ ഇപ്പോൾ KJ ഷൈൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. KJ ഷൈനും ഭർത്താവും ഒരുമിച്ചാണ് ഇന്ന് അവരുടെ വീട്ടിൽ മാധ്യമങ്ങളോട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. അവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഹാൻഡിലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ രാഷ്ട്രീയം നോക്കിയാൽ അറിയാം ആരാണ് ഈ വിഷയങ്ങൾക്ക് പിന്നിൽ. പ്രത്യേകിച്ച് ആദ്യമായി ഈ വിഷയം ഒരു മാസത്തിന് മുമ്പ് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ സൈബർ ഇടത്തിലാണ് ഈ വിഷയം ആദ്യം വരുന്നത്. അവരുൾപ്പെടെയുള്ള ആളുകളെ അവരുടെ ഹാൻഡിലുകൾ, അതോടൊപ്പം തന്നെ അത്തരം അക്കൗണ്ട് വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി ഈ വിഷയം, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്നത് മാത്രമല്ല വിഷയം, പുരുഷനും അഭിമാനമുണ്ട്, പുരുഷനും അന്തസ്സുണ്ട്. അത്തരം വിഷയങ്ങൾ രണ്ടും ചേർത്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മാത്രമല്ല ആരോപണ സ്ഥാനത്തുള്ള മറ്റൊരു MLA, അദ്ദേഹത്തിന് കുടുംബമുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെയും ഈ വിഷയവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്.